നമസ്കാരം. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ഉന്നയിച്ച ആരോപണം ശരിയാണെങ്കിൽ അത് ഓരോ മലയാളിക്കും അപമാനമാണ്. വിദ്യാഭ്യാസപരമായും സാമൂഹ്യ അവബോധത്തിലും മുന്നിൽ നിൽക്കുന്നവരെന്ന് അഭിമാനം കൊള്ളുന്ന മലയാളികളുടെ സ്വന്തം ദേശത്ത് അന്ധവിശ്വാസത്തിനും മന്ത്രവാദത്തിനും ആഭിചാരത്തിനും ഇതിനെല്ലാം ഉപരി കൂട്ട മൃഗബലിക്കും ഉൾപ്പെടെ ഇപ്പോൾ വേദിയൊരുക്കപ്പെടുന്നു എന്നത് അത്യന്തം ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തനിക്കും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയ്ക്കും എതിരെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ രാഷ്ട്രീയ എതിരാളികൾ അഘോരികളും മന്ത്രവാദികളും വഴി മന്ത്രവാദം നടത്തുകയാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ആരോപിച്ചു. തങ്ങളുടെ സർക്കാരിനെതിരെയുള്ള ശ്രമമാണിതെന്നും ഡി.കെ. കൂട്ടിച്ചേർത്തു. കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിനടുത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലത്ത് അഘോരികൾ യാഗസമാനമായ പ്രത്യേക ആരാധന നടത്തുന്നതായി തനിക്ക് വിശ്വസനീയമായ വിവരമുണ്ടെന്ന് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച ശിവകുമാർ പറഞ്ഞു. ഉപമുഖ്യമന്ത്രിയായ തനിക്കെതിരെയും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെയും അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള ദുരാചാരമാണ് നടക്കുന്നത്. യാഗത്തിന്റെ പ്രധാന ലക്ഷ്യം ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. ഈ ആചാരത്തെ രാജകണ്ടക മരണമോഹന സ്തംഭന യാഗങ്ങൾ എന്നാണ് വിളിക്കുന്നത് എന്നും ഡി.കെ. ശിവകുമാർ പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുത്തവരാണ് തന്നോട് ഇക്കാര്യം അറിയിച്ചതെന്ന് പറഞ്ഞ ശിവകുമാർ അഘോരികൾ വഴി 21 ചുവന്ന ആടുകൾ, 3 എരുമകൾ, 21 കറുത്ത ആടുകൾ, 5 പന്നികൾ എന്നിവയെ മന്ത്രവാദത്തിനായി ബലിയർപ്പിക്കപ്പെട്ടുവെന്നും കൂട്ടിച്ചേർത്തു. ബി.ജെ.പിയിൽ നിന്നോ ജെ.ഡി.എസിൽ നിന്നോ ഉള്ള നേതാക്കൾ ഈ ആചാരം നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരാണ് ഉത്തരവാദികളെന്ന് ശിവകുമാർ പറഞ്ഞു. ആരാണ് ഈ ആചാരം നടത്തുന്നതെന്ന് എനിക്കറിയാം. അവർ അവരുടെ ശ്രമങ്ങൾ തുടരട്ടെ. ഞാൻ വിഷമിക്കുന്നില്ല. അത് അവരുടെ വിശ്വാസ വ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ ശിവകുമാർ ഉപദ്രവമുണ്ടാക്കാനുള്ള അവരുടെ ശ്രമങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും താൻ വിശ്വസിക്കുന്ന ശക്തി തന്നെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം. ഈ ആചാരത്തിന് എതിരെ സമാനമായ ആരാധന നടത്തുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുമ്പ് 1 മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന മറുപടിയാണ് ശിവകുമാർ നൽകിയത്. ഇത്തരമൊരു ആചാരം നടത്തുന്ന വ്യക്തികളുടെ പേര് പറയാൻ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പേര് വെളിപ്പെടുത്താൻ തന്നെ നിർബന്ധിക്കുന്നതിന് പകരം മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്ന് ശിവകുമാർ നിർദ്ദേശിച്ചു. ഇത്തരം പ്രവൃത്തികളൊന്നും തങ്ങളെ ബാധിക്കില്ലെന്ന് പറഞ്ഞ ശിവകുമാർ ജൂൺ 2-ന് ബംഗളൂരുവിൽ നിയമസഭാംഗങ്ങളുടെ യോഗം ചേരുമെന്ന് അറിയിച്ചു. MLC-മാർ, MLA-മാർ, MP-മാർ എന്നിവരെ ക്ഷണിക്കും. പാർട്ടി കാര്യങ്ങളും MLC തെരഞ്ഞെടുപ്പും യോഗം ചർച്ച ചെയ്യുമെന്നും അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് സമയം കളയാനില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഭിചാര ക്രിയകൾ നടത്തുന്നത് അവരുടെ വിശ്വാസമാണ്, അവരത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ഡി.കെ. ശിവകുമാർ അക്കാര്യം തള്ളിക്കളഞ്ഞെങ്കിലും കേരളത്തിൽ ഒരിടത്ത് ഇത്തരം കർമ്മങ്ങൾ നടക്കുന്നു എന്നത് നിസ്സാരമായി കാണാനാവില്ല. മൃഗബലി നിരോധിച്ച ഒരു സംസ്ഥാനം എന്ന നിലയിൽ അന്ധവിശ്വാസവും ദുർമന്ത്രവാദവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയും നമുക്ക് അംഗീകരിക്കാനാവില്ല. പ്രസിദ്ധമായ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ പേരും ഇക്കാര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ ഉടനടി ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അയൽ സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയെ പോലൊരാൾ ഉന്നയിച്ച ആരോപണം ഗുരുതരമായി കണ്ട് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണം. ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ശക്തികൾ ഉണ്ടെങ്കിൽ അവർ തുറന്നു കാട്ടപ്പെടണം. ആധുനിക കേരളത്തിന്റെ പ്രതിച്ഛായയ്ക്ക് പോലും കോട്ടം തട്ടുന്ന നിലയിൽ ഉയർന്നു വന്ന ആരോപണത്തെ സംസ്ഥാന സർക്കാർ ഗൗരവത്തോടെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.